തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നിട്ടില്ല. മെയ് 4-നാണ് വോട്ടെണ്ണൽ. അതിനു മുമ്പ് തന്നെ UDF-ലും കോൺഗ്രസിലും വലിയ കലഹം തുടങ്ങിയിട്ടുണ്ട്. ചർച്ചകൾ നേരത്തെ തുടങ്ങിയിരുന്നു. ഇപ്പോഴിതാ തർക്കം പരസ്യമായി ഏറ്റുമുട്ടുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുന്നു. വിഷയം മറ്റൊന്നുമല്ല, UDF ജയിക്കുമോ ഇല്ലയോ എന്ന് പോലും അറിയുന്നതിന് മുമ്പ് തന്നെ ആരായിരിക്കണം മുഖ്യമന്ത്രി എന്ന ചർച്ചകളാണ് UDF-ൽ കോൺഗ്രസിൽ നടക്കുന്നത്. നേതാക്കളൊന്നും ഇത് സംബന്ധിച്ച് ഒരഭിപ്രായവും പറയുന്നില്ല. അവരൊക്കെ മാധ്യമങ്ങളുടെ മുന്നിൽ ഒഴിഞ്ഞു മാറുന്നു. നേതാക്കളോട് ചോദിച്ചാൽ, മുഖ്യമന്ത്രി സ്ഥാനത്തിനു വേണ്ടി കരുക്കൾ നീക്കുന്നവരോട് ചോദിച്ചാൽ അവർ പറയും അതൊക്കെ ഹൈക്കമാൻഡ് തീരുമാനിക്കും. കോൺഗ്രസിന് വ്യവസ്ഥാപിതമായ ഒരു രീതിയുണ്ട്. ആ രീതി അനുസരിച്ച് UDF ജയിച്ചാൽ ആരായിരിക്കണം മുഖ്യമന്ത്രി എന്ന് തീരുമാനിക്കും. ഇതാണ് പറയുക എല്ലാവരും. എന്നാൽ പിന്നിൽ നിന്ന് വലിയ പ്രചാരണമാണ് സംഘടിപ്പിക്കുന്നത്. എല്ലാവർക്കും വേണ്ടിയും പ്രവർത്തിക്കാൻ PR ടീമുകൾ സജീവമായി രംഗത്തുണ്ട് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. അതിനിടയിലാണ് മറ്റൊരു വാട്സപ്പ് ചാറ്റിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. VD സതീശന് വേണ്ടി പ്രവർത്തിക്കുന്ന ഗ്രൂപ്പിൻ്റെ വാട്സപ്പ് ചാറ്റാണ് ഇപ്പോൾ പുറത്തു വന്നത്. അതിൽ പറയുന്നത്, അവർ കൃത്യമായി പണി തുടങ്ങിയിരിക്കുകയാണ്, നമ്മളിനി അനങ്ങാതിരിക്കരുത്, ഇനി കണ്ടന്റ് ഇട്ട് തുടങ്ങണം എന്ന നിർദ്ദേശം കൊടുക്കുകയാണ് വാട്സപ്പ് ചാറ്റിലൂടെ. ന്യൂസ് 18 ചാനലാണ് വാട്സപ്പ് ചാറ്റ് പുറത്തുവിട്ടിരിക്കുന്നത്. ആ ചാറ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്. അഡ്വക്കേറ്റ് വിമല ബിനു എന്ന ആളാണ് ഈ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്, വാട്സപ്പ് ചാറ്റ് ഇട്ടിരിക്കുന്നത്. അതിൽ ഒരു കാർഡ് കൊടുത്തിട്ടുണ്ട് VD സതീശൻ്റെ കാർഡിനോടൊപ്പം പറയുന്നത്, നാടിൻ്റെ കരുത്തിന് നട്ടെല്ലുള്ള നേതൃത്വം എന്ന് പറഞ്ഞുകൊണ്ട് VD സതീശൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോയും കൂടി കൊടുത്തിട്ടുണ്ട്. പട നയിച്ചവൻ നാടിനെ നയിക്കും എന്നാണ് തലക്കെട്ട്. അതിൽ പറയുന്ന സന്ദേശം ഇങ്ങനെയാണ്: ഓരോ ദിവസവും ഓരോ കണ്ടന്റ് ഇനി അവർ ഉണ്ടാക്കും. അത് നോക്കി നമ്മുടെ മെറ്റീരിയൽസ് ഇടാതെ ഇരുന്നിട്ട് കാര്യമില്ല. അവർ കൃത്യമായി പണിയെടുക്കാൻ പ്ലാൻഡ് ആണ് എന്ന്. ആരാണ് അവർ? അത് VD സതീശനെ അനുകൂലിക്കുന്നവരാകാം, KC വേണുഗോപാലിനെ അനുകൂലിക്കുന്നവരാകാം. അവരെക്കുറിച്ചാണ് പറയുന്നത്. ഓരോ ദിവസവും ഓരോ കണ്ടന്റ് ഇനി അവർ ഉണ്ടാക്കും. അത് നോക്കി നമ്മുടെ മെറ്റീരിയൽസ് ഇടാതെ ഇരുന്നിട്ട് കാര്യമില്ല. അവർ കൃത്യമായി പണിയെടുക്കാൻ പ്ലാൻഡ് ആണ് എന്ന് പറയുന്നു. ഇലക്ഷൻ 2026 VDS എന്ന് പറയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പിലെ ചാറ്റുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വലിയ തോതിൽ കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രചാരണവും തുടങ്ങിയിട്ടുണ്ട്. ഓരോ കാർഡുകളും ഇങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നു. ഹു ഈസ് ദ റിയൽ കിങ് എന്ന് പറഞ്ഞുകൊണ്ട് KC വേണുഗോപാൽ ചിത്രം കാണിക്കുന്നു. KC വരും എന്ന് പറഞ്ഞുകൊണ്ട് KC വേണുഗോപാലിൻ്റെ വലിയ ചിത്രം വെച്ചുകൊണ്ടുള്ള കാർഡ്. KC ആണ് ജയിപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള മറ്റൊരു കാർഡ്. നാളത്തെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ് KC വേണുഗോപാലിനെ ഉയർത്തി കാണിക്കുന്ന മറ്റൊരു പോസ്റ്റർ. ചാണകം ചവിട്ടാത്ത നേതാവ് എന്ന് പറഞ്ഞുകൊണ്ട് KC വേണുഗോപാൽ കറുത്ത ഷർട്ടിട്ട് നിൽക്കുന്ന ഒരു അത്യുഗ്രൻ ഫോട്ടോയോട് കൂടിയ ഒരു ഫോട്ടോ. കേരള ചീഫ് മിനിസ്റ്റർ KC എന്നാൽ എന്ന് പറഞ്ഞുകൊണ്ട് നടന്നു വരുന്ന നമ്പർ 1 എന്ന ചിഹ്നവും കൂടി കൊടുത്ത് നടന്നു വരുന്ന KC വേണുഗോപാൽ. കേരള കേസരി KC എന്ന് പറഞ്ഞുകൊണ്ടുള്ള മറ്റൊരു പോസ്റ്റർ. KC വന്നു, കേരളം തൂക്കി എന്ന് പറഞ്ഞുകൊണ്ട് ബൈക്കിൽ വരുന്ന KC വേണുഗോപാലിൻ്റെ ചിത്രത്തോടു കൂടിയ പോസ്റ്റർ. അങ്ങനെ KC വേണുഗോപാലിന് വേണ്ടി തയ്യാറാക്കിയ പോസ്റ്ററുകളുടെ പട തന്നെ പ്രേക്ഷകർക്ക് കാണാം. അതോടൊപ്പം ഡൽഹിയിൽ നിന്ന് കെട്ടിയിറക്കേണ്ട നാട്ടിൽ ആളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് KC വേണുഗോപാലിന് മറുപടി പറഞ്ഞുകൊണ്ട് VD സതീശനെ അനുകൂലിക്കുന്നവരുടെ പോസ്റ്ററാണ്. VD സതീശൻ പത്രം വായിച്ചിരിക്കുന്നു. ചുറ്റും 3-4 ആളുകൾ കൂടി നിന്ന് സംസാരിക്കുന്ന ദൃശ്യങ്ങളോട് കൂടിയ ഫോട്ടോയോട് കൂടിയ പോസ്റ്ററാണ്. പട്ടാഭിഷേകത്തിന് ഒരുങ്ങി എന്ന് പറഞ്ഞുകൊണ്ടുള്ള VD സതീശൻ്റെ ഫോട്ടോ വെച്ച മറ്റൊരു പോസ്റ്റർ. വായിച്ചു വളർന്ന നേതാവ് എന്ന് പറഞ്ഞുകൊണ്ട് കസേരയിലിരുന്ന് പുസ്തകം വായിക്കുന്ന VD സതീശൻ്റെ ചിത്രത്തോടു കൂടിയ പോസ്റ്ററുണ്ട്. രാജാവല്ല യോദ്ധാവ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു പോസ്റ്റർ. അങ്ങനെ ജയിപ്പിച്ചത് മന്ത്രിയാകാനല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള മറ്റൊരു പോസ്റ്റർ. VD കേരള യോഗി എന്ന് പറഞ്ഞുകൊണ്ടുള്ള മറ്റൊരു പോസ്റ്റർ. തൊട്ര പാക്കലാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള മാസ് പോസ്റ്റർ. VD ഇല്ലെങ്കിൽ ഭരണം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടുള്ള മറ്റൊരു പോസ്റ്റർ. ഭരിക്കാനും അറിയാം എന്ന് പറഞ്ഞ് VD വരും കളി മാറും എന്ന് പറയുന്ന മറ്റൊരു പോസ്റ്റർ. അങ്ങനെ നിരന്തരം ഓരോ ദിവസവും ഇത്തരം പോസ്റ്ററുകൾ, ചിത്രങ്ങൾ ഒക്കെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം രമേശ് ചെന്നിത്തല കേരള യാത്ര എന്ന് പറഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ കേരളത്തിലെ വികസനം എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള പോഡ്കാസ്റ്റ് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ കോൺഗ്രസിൽ വലിയ തർക്കം, കലഹം അത് പരസ്യമായി തന്നെ രംഗത്ത് വരുന്നു. വാട്സപ്പ് തയ്യാറായി
നിൽക്കുന്നുണ്ട്, വിവിധ സന്ദേശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്നു എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. 3 നേതാക്കൾ കെ.സി. വേണുഗോപാലും വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും ഇതിനകം തന്നെ മുഖ്യമന്ത്രിയാകാൻ തയ്യാറായി നിൽക്കുന്നു. അതോടൊപ്പം നേതാക്കൾ വിവിധ സാമൂഹ്യ സംഘടനാ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നു, സമുദായ സംഘടനാ നേതാക്കളെ കാണാൻ പോകുന്നു. അങ്ങനെ വലിയ തോതിലുള്ള എന്ന് വെച്ചാൽ ഇലക്ഷന് മുമ്പ് നടത്തിയതിനേക്കാളും വലിയ തോതിലുള്ള പ്രചാരണമാണ് ഇപ്പോൾ 3 നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വാട്സപ്പ് ദൃശ്യങ്ങൾ അടക്കമാണ് ഇപ്പോൾ പുറത്തു വന്നത്.